ഇന്ന് ഉച്ചയ്ക്ക് ഞാനൊരു സ്പെഷ്യൽ ഐറ്റമാണ് ഉണ്ടാക്കുന്നത്. പിള്ളേർക്കും ഇത് തന്നെയായിരുന്നു ഞാൻ രാവിലെ കൊടുത്തു വിട്ടത്. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് കർണാടക സ്പെഷ്യൽ ഐറ്റമാണ്. ഇതിന് കർണാടകയിൽ ചിത്രാന്ന എന്നൊക്കെ പറയും. അപ്പോൾ ഞാൻ ചോറ് ആദ്യമേ തന്നെ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇതിന് നമ്മൾ ബിരിയാണി റൈസോ അല്ലെങ്കിൽ ജീര റൈസൊക്കെ കിട്ടില്ലേ, അതൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അല്ലാണ്ട് സാധാരണ നമ്മുടെ പച്ചരിയോ അല്ല പുഴുക്കലരിയോ ഒന്നും യൂസ് ചെയ്യാറില്ല ഇവിടെ. അപ്പോൾ ഇത് ആദ്യമേ തന്നെ ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ച് അതിനകത്തോട്ട് കുറച്ച് നെയ്യ് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ അകത്തോട്ട് കുറച്ച് കടുകിട്ട് പൊട്ടിക്കണം. കടുകിട്ട് പൊട്ടിച്ചിട്ട് അതിൻ്റെ അകത്തോട്ട് കുറച്ച് ഉഴുന്ന് പരിപ്പ്, കുറച്ച് ചെറുപയർ പരിപ്പ്, പിന്നെ കുറച്ച് ഈ പൊട്ടുകടല ഉണ്ടല്ലോ, പൊട്ടുകടല അത് ഞാൻ കുറച്ച് റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറക്കി തിന്നുകയും ചെയ്യും. പിന്നെ അതെല്ലാം ഒന്ന് മൂത്ത് വരുമ്പം അതിൻ്റെ അകത്തോട്ട് കുറച്ച് സവാള അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും, പിന്നെ ഇച്ചിരി അത് മൂത്ത് വരുമ്പോൾ ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഒരു ലേശം മുളക് പൊടി, അല്ലെങ്കിൽ പച്ചമുളക് ഇട്ടാലും മതി കേട്ടോ മുളക് പൊടിക്ക് പകരം. അപ്പം ഞാനിവിടെ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതെല്ലാം കൂടി ഒന്ന് മൂത്ത് വന്ന് കഴിയുമ്പോൾ കുറച്ച് തക്കാളി അരിഞ്ഞത്, ഒരു തക്കാളി മതിയാവേ, ഒരു തക്കാളി അരിഞ്ഞതും, പിന്നെ കുറച്ച് അതൊന്ന് വെന്ത് കഴിയുമ്പോൾ കുറച്ച് മല്ലിച്ചപ്പും കൂടെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത്ര ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മുടെ ചോറുണ്ടല്ലോ, ഇത് രാവിലെ ഞാൻ പിള്ളേർക്ക് ഉണ്ടാക്കി ചോറ് ബാക്കി വന്നിരിക്കുന്നതാണ്. അപ്പോൾ എനിക്കത് കറക്റ്റായിരുന്നു കേട്ടോ, ഞാൻ മാത്രമേ ഉള്ളൂ ഉച്ചയ്ക്ക്. അപ്പോൾ അതും കൂടെ ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ചോറിനകത്ത് ഉപ്പ് ഇട്ടിട്ടില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ഉപ്പും കൂടെ ഇച്ചിരി ഇട്ട് കൊടുത്തിട്ട്, ഉപ്പ് നീരാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്, അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ചിത്രാന്ന റെഡി. ഇത് കർണാടക സ്പെഷ്യൽ ഐറ്റം ആകട്ടെ. ഇവിടെയുള്ളവർക്ക് ഇത് ഭയങ്കര എല്ലായ്പ്പോഴും ഇത് ഉണ്ടാക്കാറുണ്ട്. ഇവിടെയുള്ളവരൊക്കെ ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പം ഞാനിന്ന് ലഞ്ചിനായിട്ട് ഉണ്ടാക്കി. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.